ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇരുത്തി അങ്ങ് നാറ്റിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത് ഈ സർക്കാർ. പിണറായി വിജയൻ സാർ അങ്ങനെ പറഞ്ഞായിരുന്നോ? പിന്നെ പറയാതെ ഞാൻ പറഞ്ഞു, ഈ മദ്യവും ബാറും എനിക്ക് ഇഷ്ടമല്ല. എന്റെ കാലഘട്ടത്തിൽ ഞാൻ അതിനെ കുറയ്ക്കാനാണ് നോക്കിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ കേട്ടോ സാറേ. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രി ആവുമ്പോ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറ്. നിങ്ങൾ നമ്മളോട് ഉപദേശിക്കുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറ് പറഞ്ഞതിലും കാര്യമില്ലാതില്ല. കാരണം 28 ബാറുള്ള സ്ഥാനത്ത് 900-ലധികം ബാറാക്കി മാറ്റിയ മഹാനാണ് നമ്മുടെ പിണറായി വിജയൻ സാർ. എന്നിട്ടാണ് ഇവരെ ഉപദേശിക്കാൻ പോയത് കേട്ടോ. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. അമ്പട കേമാ സണ്ണിക്കുട്ട, ഇത്രയൊക്കെ വർദ്ധിപ്പിച്ചല്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടാണോ പിണറായി സാറേ അവരെ പോയി ഉപദേശിക്കാൻ പോയത്? അങ്ങനെ പോയാൽ അവര് വെറുതെ വിടുവോ? ബീവറേജ് കോർപ്പറേഷന്റെ അല്ലല്ല, അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് ഇരിക്കുന്നത്. ആരാടാ പറഞ്ഞത് നമ്മുടെ പിണറായി സർക്കാർ ഒരു വികസനവും നടത്തിയിട്ടില്ലെന്ന്? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മോനെ, അവര് കേക്കട്ടെ. വെറും 28 ബാറുള്ള സ്ഥലത്ത് 900-ലധികം ബാറാക്കി മാറ്റിയില്ലേ? ഇതിലും വലിയ വികസനം വേറെ എന്ത് വേണം? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. ഇങ്ങനെ ചോദിച്ചു വായിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ നാറാനൊരു കഴിവ് വേണം കേട്ടോ. കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്, മദ്യം വ്യാപിപ്പിക്കരുത്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? കിട്ടാനുള്ളത് കിട്ടിയല്ലോ. ചിലർ അങ്ങനെയാണ്, വഴി കൂടെ പോകുന്ന പണി എരന്ന് വാങ്ങുവാന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഇവിടെ നടന്നത്. ഉപദേശിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ താൻ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. മദ്യം വിഷമാണ് കേട്ടോ. നിങ്ങൾ ആരും വിൽക്കരുത്, അത് തടയണം. പക്ഷെ ഞങ്ങൾക്ക് വിൽക്കാം കേട്ടോ, ഞങ്ങൾക്ക് വിൽക്കാം, അതിൻ്റെ ആദായം എടുക്കാം. പക്ഷെ നിങ്ങളത് വിൽക്കരുത് കേട്ടോ. അതാണ് ചിലരുടെ നിയമം. അപ്പം ഞാൻ പോകുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.